ഒരു സാധാരണ തെർമൽ പ്ലാന്റിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. കൽക്കരിയോ ഗ്യാസോ കത്തിച്ച് വെള്ളം നീരാവിയാക്കുന്നു. ആ നീരാവി ഒരു ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നു. പല ഘട്ടങ്ങളുള്ളതുകൊണ്ട് ഊർജത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും. ഒപ്പം ഇത് മലിനീകരണവും ഉണ്ടാക്കും. നമ്മൾ കണ്ടതുപോലെ ഒരു ഗാൽവാനിക് സെൽ കെമിക്കൽ എനർജി നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റും. ഇടയ്ക്ക് ചൂടോ നീരാവിയോ വേണ്ട. അതുകൊണ്ട് ഇത് വളരെ കാര്യക്ഷമമാണ്. ആശയം തന്നെ ഇന്ധനത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ഫ്യൂവൽ സെൽ ഉണ്ടാകുന്നത്. ഫ്യൂവൽ സെൽ ഒരു ഗാൽവാനിക് സെൽ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ ഇന്ധനവും ഓക്സിജനും തുടർച്ചയായി ഇലക്ട്രോഡുകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കും. ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് തുടർച്ചയായി പുറത്തേക്ക് കളയും. ഇതുകൊണ്ട് ഇന്ധനം ഉള്ളിടത്തോളം കാലം ഇത് വൈദ്യുതി തരും. ഹൈഡ്രജൻ, മീഥെയ്ൻ, മെഥനോൾ പോലുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോൾ കിട്ടുന്ന എനർജി നേരിട്ട് വൈദ്യുതിയാക്കുന്ന ഗാൽവാനിക് സെല്ലുകളെ ഫ്യൂവൽ സെൽ എന്ന് വിളിക്കുന്നു. Galvanic cells designed to convert the energy of combustion of fuels like hydrogen, methane, methanol, etc. directly into electrical energy are called fuel cells. ഏറ്റവും വിജയകരമായ ഫ്യൂവൽ സെൽ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വെള്ളമുണ്ടാക്കുന്നതാണ്. അപ്പോളോ ബഹിരാകാശ ദൗത്യത്തിൽ വൈദ്യുതിക്കായി ഇത് ഉപയോഗിച്ചു. അവിടെ ഉണ്ടായ വെള്ളം ബഹിരാകാശ സഞ്ചാരികൾക്ക് കുടിക്കാൻ ഉപയോഗിച്ചു. ഇതിന്റെ ഉള്ളിൽ ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും പോറസ് കാർബൺ ഇലക്ട്രോഡുകളിലൂടെ കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് കടത്തിവിടുന്നു. റിയാക്ഷൻ വേഗത്തിലാക്കാൻ പ്ലാറ്റിനമോ പലേഡിയമോ പോലുള്ള കാറ്റലിസ്റ്റുകൾ ഇലക്ട്രോഡിൽ ചേർത്തിട്ടുണ്ട്. കാഥോഡിൽ ഓക്സിജൻ ഗ്യാസ് വാട്ടറും ഇലക്ട്രോണുകളും സ്വീകരിച്ച് ഹൈഡ്രോക്സൈഡ് മൈനസ് അയോണുകൾ ഉണ്ടാക്കുന്നു. ആനോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രോക്സൈഡ് മൈനസുമായി ചേർന്ന് വാട്ടറും ഇലക്ട്രോണുകളും ഉണ്ടാക്കുന്നു. ഈ ഇലക്ട്രോണുകൾ വയറിലൂടെ ഒഴുകി വൈദ്യുതി തരുന്നു. രണ്ടും കൂട്ടിച്ചേർത്താൽ മൊത്തം റിയാക്ഷൻ വളരെ ലളിതമാണ്. ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ചേർന്ന് വെറും വാട്ടർ ഉണ്ടാകുന്നു. ഇതാണ് ഫ്യൂവൽ സെല്ലിന്റെ ഭംഗി. ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഈ സെൽ തുടർച്ചയായി പ്രവർത്തിക്കും. ഇതിന്റെ എഫിഷ്യൻസി ഏകദേശം 70%. തെർമൽ പ്ലാന്റിന്റേത് ഏകദേശം 40% മാത്രം. പ്രൊഡക്റ്റ് വെറും വെള്ളമായതുകൊണ്ട് മലിനീകരണവും ഇല്ല. ഇനി രണ്ടാമത്തെ വിഷയം കൊറോഷൻ. മെറ്റലുകളുടെ ഉപരിതലത്തിൽ പതുക്കെ ഓക്സൈഡുകളോ മറ്റ് സാൾട്ടുകളോ പടരുന്നതാണ് കൊറോഷൻ. എണിൽ റസ്റ്റ് പിടിക്കുന്നത്, സിൽവർ കറുത്തുപോകുന്നത്, കോപ്പറിൽ പച്ച നിറം വരുന്നത് എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. Corrosion slowly coats the surfaces of metallic objects with oxides or other salts of the metal, for example rusting of iron, tarnishing of silver, green coating on copper. കൊറോഷനിൽ മെറ്റൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ഓക്സിഡൈസ് ആകുന്നു. അയണിന്റെ റസ്റ്റിംഗ് നടക്കാൻ വെള്ളവും വായുവും വേണം. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രോകെമിക്കൽ പ്രക്രിയയാണ്. അയണിന്റെ ഉപരിതലത്തിൽ തന്നെ ഒരു ചെറിയ സെൽ രൂപപ്പെടുന്നു. ഒരു സ്ഥലത്ത് അയൺ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് അയൺ 2+ ആകുന്നു. ഈ സ്ഥലം ആനോഡായി പ്രവർത്തിക്കുന്നു. അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ -0.44. ആ ഇലക്ട്രോണുകൾ മെറ്റലിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. അവിടെ ഓക്സിജൻ ഗ്യാസ് ഹൈഡ്രജൻ പ്ലസും ഇലക്ട്രോണുകളും സ്വീകരിച്ച് വാട്ടർ ആകുന്നു. ഈ സ്ഥലം കാഥോഡായി പ്രവർത്തിക്കുന്നു. ഇവിടത്തെ ഹൈഡ്രജൻ പ്ലസ് വരുന്നത് വായുവിലെ കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ അലിഞ്ഞുണ്ടാകുന്ന കാർബോണിക് ആസിഡിൽ നിന്നാണ്. രണ്ട് സ്ഥലത്തെയും റിയാക്ഷൻ ഒന്നിച്ചാൽ മൊത്തം റിയാക്ഷൻ കിട്ടും. അയണും ഓക്സിജൻ ഗ്യാസും ഹൈഡ്രജൻ പ്ലസും ചേർന്ന് അയൺ 2+ വാട്ടറും ആകുന്നു. ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ 1.67 വോൾട്ട്. അതായത് ഇത് സ്വയം നടക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ ഉണ്ടാകുന്ന അയൺ 2+നെ വായുവിലെ ഓക്സിജൻ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഇതാണ് നമ്മൾ കാണുന്ന തവിട്ടുനിറമുള്ള റസ്റ്റ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. കൊറോഷൻ തടയുന്നത് വളരെ പ്രധാനമാണ്. അത് പണം ലാഭിക്കും, പാലങ്ങൾ തകരുന്നത് പോലുള്ള അപകടങ്ങളും ഒഴിവാക്കും. ഏറ്റവും ലളിതമായ വഴി മെറ്റലിന്റെ ഉപരിതലം വായുവുമായി തൊടാതെ സൂക്ഷിക്കുകയാണ്. ഇതിന് പെയിന്റ് അടിക്കാം, അല്ലെങ്കിൽ ടിന്നോ സിങ്കോ പോലുള്ള മറ്റ് മെറ്റലുകൾ കൊണ്ട് പൂശാം. ഒരു ഇലക്ട്രോകെമിക്കൽ വഴിയുമുണ്ട്. അയണിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവായ ഒരു മെറ്റൽ, മഗ്നീഷ്യമോ സിങ്കോ, അയണിനൊപ്പം ഘടിപ്പിക്കുന്നു. ആ മെറ്റൽ സ്വയം കൊറോഡായി അയണിനെ രക്ഷിക്കുന്നു. ഇതിന് സാക്രിഫിഷ്യൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നു. ഒന്ന് ഓർത്തുനോക്കാം. ഫ്യൂവൽ സെൽ ഇന്ധനത്തിന്റെ എനർജി നേരിട്ട് വൈദ്യുതിയാക്കുന്നു. വളരെ കാര്യക്ഷമം, മലിനീകരണവുമില്ല. കൊറോഷൻ ആകട്ടെ മെറ്റലിന്റെ ഉപരിതലത്തിൽ സ്വയം രൂപപ്പെടുന്ന ഒരു സെൽ വഴി മെറ്റലിനെ നശിപ്പിക്കുന്നു. ഒരു മനോഹരമായ ബന്ധം ഇവിടെയുണ്ട്. സൗരോർജം പോലുള്ള പുനരുപയോഗ ഊർജം കൊണ്ട് വെള്ളം ഇലക്ട്രോലിസിസ് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കാം. ആ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിച്ച് വൈദ്യുതി കിട്ടും. അപ്പോൾ ഇത് പൂർണ്ണമായും ശുദ്ധമായ, പുനരുപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാകും. ഇതാണ് ഹൈഡ്രജൻ ഇക്കോണമി. ഇതോടെ ഇലക്ട്രോകെമിസ്ട്രി എന്ന ചാപ്റ്റർ പൂർത്തിയായി.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.